പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സിനിമ എന്ന മാധ്യമത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. സിനിമ കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്ന അലമുറയിടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എന്നാൽ വഴിതെറ്റിക്കുവാൻ മാത്രമാണോ സിനിമ? ഏത് സാങ്കേതിക വിദ്യയ്ക്കും നല്ലതും ചീത്തയുമായ വരെ വശങ്ങളുണ്ട്. അത് ജനങ്ങൾ എപ്രകാരം അതിനെ ഏറ്റെടുക്കുന്നു എന്നതിനെ ആധാരമാക്കിയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ മാധ്യമമാണ് സിനിമ. പണ്ട് സാഹിത്യത്തിനുണ്ടായിരുന്ന ആ സ്ഥാനം പിന്നീട് സിനിമ കൈയടക്കിയതോടെ സാഹിത്യത്തിന് കാര്യമായ പ്രസക്തിയില്ലാതായി. എന്നാൽ സാഹിത്യം ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമായിരുന്നു ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നത്. സമൂഹത്തിലെ വിദ്യാഭ്യാസം സിദ്ധിച്ച ജനങ്ങളാണ് അന്നൊക്കെ വായിച്ചിരുന്നത്. മറ്റുള്ളവർ, അതായത് പാമരരായ ജനങ്ങൾക്ക് സാഹിത്യം അപ്രാപ്യമായിരുന്നു. ചങ്ങമ്പുഴയുടെ രമണൻ പോലെയുള്ള അപൂർവം ചില കൃതികൾ മാത്രമാണ് സാധാരണക്കാർ വായിച്ചിരുന്നത്. എന്നാൽ സിനിമ അങ്ങനെയല്ല. അതാരെയും ആകർഷിക്കുന്ന കലാരൂപമായി വളർന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുമാണ്. തകഴിയുടെ ചെമ്മീനും കേശവദേവൻ്റെ ഓടയിൽ നിന്നും എം.ടിയുടെ മുറപ്പെണ്ണും ഓളോ തീരവും ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയവയുൾപ്പെടെ മലയാളത്തിലെ സുപ്രസിദ്ധ രചനകൾ സാഹിത്യ ആസ്വാദകരല്ലാത്ത സാധാരണ ജനങ്ങൾ സിനിമ എന്ന നിലയിലാണ് സ്വീകരിച്ചത്. വയലാർ എന്ന പ്രതിഭാധനൻ കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും ശോഭിച്ചയാളാണ്. എന്നാൽ വയലാറിലെ കവിയേക്കാൾ അദ്ദേഹത്തിലെ ഗാനരചയിതാവിനെയാണ് സാധാരണക്കാരായ മലയാളികൾ സ്നേഹിച്ചത്. എന്തുകൊണ്ടാണ് സിനിമയെ നാം ഇത്രയധികം സ്നേഹിക്കുന്നത്? തീർച്ചയായും അതിൻ്റെ മാസ്മരികതയിൽ, ആ വർണ്ണപ്പൊലിമയിൽ ആകൃഷ്ടരായി തന്നെ. ഒരു കാലത്ത് മലയാള നാടകങ്ങൾ ശ്രദ്ധാപൂർവം കണ്ടിരുന്ന നാം ഇന്ന് നാടകത്തെ പാടെ ഉപേക്ഷിച്ചു. സിനിമ ഇന്ന് എത്രമാത്രം ജനങ്ങളിലേക്ക് അടുത്തു എന്നതിനാലാണ് നാം നാടകം പോലും, ശക്തമായ ഒരു മാധ്യമത്തെ പോലും ഉപേക്ഷിക്കുന്നത്. മനുഷ്യ മനസ്സുകളിൽ ദൃശ്യങ്ങളാൽ കീഴടക്കുവാനുള്ള കഴിവ്, സംഭവങ്ങൾ നേരിട്ട് കാണുന്ന പ്രതീതി ജനിപ്പിക്കുവാനുള്ള സാങ്കേതിക തികവ്, അതുതന്നെയാണ് സിനിമയുടെ വിജയഘടകം. 2-2.5 മണിക്കൂർ ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ നാം അറിയാതെ കുരുങ്ങിപ്പോകുന്നു. പ്രതിഭയല്ലാത്തവൻ തട്ടിക്കൂട്ടുന്ന ചിത്രങ്ങൾ ഇതിന് അപവാദമാണെന്നും അംഗീകരിക്കുന്നുണ്ട്. നാം അറിയാതെ ഇതിലെ അംശങ്ങൾ സ്വീകരിച്ചു തുടങ്ങുന്നു. നായിക നടന്മാരുടെ അംഗചലനങ്ങൾ, വസ്ത്രധാരണം, സംഭാഷണ ശൈലികൾ, ചിലർ ഒരു പടി കൂടി കടന്ന് അവർ ചെയ്യുന്നത് പോലെ പലയിടങ്ങളിലും പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. നാം സിനിമയെ അന്ധമായി അനുകരിച്ചു തുടങ്ങുന്നു. ഇവിടെയാണ് സിനിമ അപകടകരമാകുന്നത്. ഒരു പരിധിക്കപ്പുറം ഈ മാനസികാവസ്ഥ സഞ്ചരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തെ വിട്ട് നാം ഒരു മായാപ്രപഞ്ചത്തിലെത്തുന്ന പോലെ ആയിത്തീരുന്നു. മോഹൻലാൽ എന്ന നടൻ ഒരു ഘട്ടത്തിൽ ഏറെ വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നു. തിരശ്ശീലയിൽ കാണുന്ന ലാലിൻ്റെ കഥാപാത്രം കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും പോലീസുകാരെ തല്ലുന്നതുമൊക്കെ നിത്യജീവിതത്തിൽ ചിലർ അനുകരിച്ചു തുടങ്ങി. ഇതോടെയാണ് മോഹൻലാൽ വെട്ടിലായത്. ഇതിനാ നടൻ എന്തു പിഴച്ചു? എന്ത് തന്മയത്വത്തോടെ അഭിനയിച്ച് ഇന്ത്യൻ സിനിമയുടെ തന്നെ നെറുകിലെത്തിയ നടനാണ് അദ്ദേഹം. തെറ്റുകാർ നമ്മളാണ്. എല്ലാം അഭിനയമാണെന്ന് നാം തിരിച്ചറിയണം. സിനിമ എന്ന മാധ്യമം ഏറ്റവും അപകടകരമാകുന്നത് മറ്റു ചില വിധത്തിലാണ്. കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് പലപ്പോഴും സിനിമ സഹായിച്ചിട്ടുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കഥ യഥാർത്ഥമായി അവതരിപ്പിക്കുവാൻ പിഴവുകളില്ലാതെ എങ്ങനെ ആ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന രചയിതാക്കളും സംവിധായകനും ചേർന്ന് ഒരുക്കുന്ന കഥാസന്ദർഭങ്ങൾ ചില ക്രിമിനലുകൾക്ക് മാർഗദർശനമാകുന്നു. അവർ അത് കൂടുതൽ ഭംഗിയായി ജീവിതത്തിൽ നടപ്പിലാക്കുന്നു. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തെ 2 വിധത്തിലും സ്വാധീനിക്കുന്ന മാധ്യമമാണത്. സിനിമ ഒരായുധമാണ്. ചില ആയുധങ്ങൾ ശത്രുവിനെതിരെ സ്വയം രക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേ ആയുധം ചിലപ്പോൾ നമുക്കെതിരെയും തിരിഞ്ഞേക്കാം. മധുരമായ ആ കലാരൂപത്തെ രുചിക്കുക, രസിക്കുക. പക്ഷേ മാധുര്യം അധികമായാൽ ആപത്താണെന്ന് തിരിച്ചറിയുക. നല്ല സന്ദേശങ്ങളുള്ള നല്ല സിനിമകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. അവ വരും തലമുറകൾക്ക് മാർഗദർശനമായി ഭവിക്കട്ടെ. വെള്ളിത്തിരയിലെ താരങ്ങൾക്ക് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് സത്യമല്ല എന്നെല്ലാവരും തിരിച്ചറിഞ്ഞ് ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.